ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വെറൈറ്റി വണ്ടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെറൈറ്റി വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിചാരിക്കും എന്താണ് ഇത്ര വെറൈറ്റി എന്ന്. നമ്മുടെ ഹൈ റേഞ്ചുകാരുടെ സ്വത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹൈ റേഞ്ചുകാരുടെ അഹങ്കാരം എന്നൊക്കെ പറയും. അതായത് ഹൈ റേഞ്ചുകാരാണ് കൂടുതലും ഇവനെ പോലുള്ള സാധനങ്ങൾ കൊണ്ടു നടക്കുന്നത്. പിന്നെ നല്ല അച്ചായന്മാരുടെ കയ്യിലുമുണ്ട്. ഇത് മഹീന്ദ്ര CL 500 MD എന്ന് പറയുന്ന 96 മോഡൽ. നമ്മളൊക്കെ ഓമന പേരിട്ട് ജീപ്പ് എന്ന് വിളിക്കും. ജീപ്പ് എന്ന് ഇപ്പോൾ വിളിക്കാൻ പാടില്ല, ജീപ്പ് എന്ന് വിളിക്കുന്ന 2 വീൽ ഡ്രൈവ് വണ്ടിയാണ്. ഇതിലെന്താ ഇത്ര പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഒറ്റവാക്കി പറഞ്ഞു നിർത്താം. ഇത് എല്ലാവർക്കും നമ്മുടെ പഴയകാലത്തെ ബുള്ളറ്റ് പോലെ ഓടി വന്ന് കയറി ഓടിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ കുമ്പഴ വരെ പോയിട്ട് വരാം, പത്തനംതിട്ട വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് അലക്കാൻ പറ്റുന്നൊരു വണ്ടിയല്ല. ഇത് ഓടിക്കണമെങ്കിൽ ഒരു പ്രത്യേക കല തന്നെ വേണം. ഇത് ഓടിക്കണമെങ്കിൽ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം. അതൊരു ടാലൻ്റാണ്. അപ്പോൾ ഈ വണ്ടി നമുക്കൊന്ന് പരിചയപ്പെടാം, കൂടെ ഇതിൻ്റെ ഡ്രൈവിംഗ് വിശേഷങ്ങളും കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഒരു 96 മോഡൽ മഹീന്ദ്ര എടുത്തിട്ട് എന്ത് വലിയ റിവ്യൂ നടത്താനായിരിക്കും. പക്ഷേ ഒരു ജീപ്പ് ഓടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുതിരസവാരി നടത്തുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ആനയെ മേയ്ക്കുന്ന പോലെ, അതിനൊരു കഴിവ്, ഒരു ടാലൻ്റ് ഉണ്ട്. ജീപ്പ് ഓടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു വണ്ടിയെ കയറിയിരുന്ന് പവർ സ്റ്റിയറിങ്ങോ പവർ ബ്രേക്കോ ഉള്ള വണ്ടിയിൽ 5-6 ഗിയറും തള്ളിയിട്ട് കയറി പോകുന്ന പോലെ എളുപ്പമുള്ള പരിപാടിയാണ്. ഈ സ്റ്റിയറിങ് കയ്യിൽ ഒതുങ്ങണേ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു പാഠവും വേണം. അതൊരു കലയാണ്. ഡ്രൈവിംഗ് പഠിക്കാനും ഡ്രൈവിംഗ് എന്ന കലയെ അറിയാനും ജീപ്പിൽ തന്നെ ഡ്രൈവിംഗ് പഠിക്കണമെന്നാണ് എൻ്റെ ആശാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോഴത്തെ ആശാനെ. അപ്പം നമുക്കിന്ന് ഈ 96 മോഡൽ 2 വീൽ ഡ്രൈവ് CL 500 എന്തൊക്കെ കാര്യങ്ങൾ അതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. വലിയ സർക്കസിനൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഈ വണ്ടി നിങ്ങളുടെ മുന്നിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. ഈ സൗണ്ടൊന്നും കാര്യമാക്കണ്ട, ഇതൊക്കെ ജീപ്പ് ഓടിക്കുമ്പോൾ അത് സാധാരണമാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു 96 മോഡൽ മഹീന്ദ്രയുടെ വണ്ടിയാണ്. CL 500 MD എന്നാണ് ഇതിൻ്റെ മോഡൽ വേരിയൻ്റ് നെയിം. 2 വീൽ ഡ്രൈവ് ആണ്. ഇതിന് 3 ഗിയറേ ഉള്ളൂ, വലിയ ആഡംബരങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഗിയർ സിസ്റ്റം തന്നെ ഇച്ചിരി വ്യത്യാസപ്പെട്ട രീതിയിലാണ്. ഫസ്റ്റ് താഴോട്ടും റിവേഴ്സ് മേപ്പോട്ടും ഒക്കെയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയെ കുറച്ച് കാണേണ്ട ഒരു കാര്യം ഇല്ല. കാരണം നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് തന്നെ അത്യാവശ്യം നല്ല കുത്തൊരു കയറ്റമാണ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങനെ വന്നാലോ മതിയായിരുന്നു, അല്ലേ? കുറച്ചുകൂടെ നല്ലത് അതായിരിക്കും. അപ്പോൾ ഈ വണ്ടി ഇട്ടെടുത്തത് തന്നെ നല്ലൊരു കുത്തുകയറ്റത്തിന് നടുക്കിട്ടാണ് എടുത്തത്. അപ്പോൾ ഇതൊരു 2 വീൽ ഡ്രൈവ് ആണ്. 3 ഗിയറേ ഉള്ളൂ. മഹീന്ദ്രയുടെ 96 മോഡൽ വണ്ടിയല്ലേ എന്ന് ഓർത്ത് നമ്മളിതിനെ കുറച്ച് കാണാൻ പറ്റില്ല. ഓഫ് റോഡ് രാജാക്കന്മാരുടെ ഒരു തലതൊട്ടപ്പൻ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. നമ്മുടെ പഴയ ജീപ്പ്, അതായത് ജീപ്പ് കമ്പനിയുടെ ജീപ്പ്, അതിൻ്റെ ഒരു മോഡലാണ് നമ്മൾ ഈ മഹീന്ദ്രയുടെ ആദ്യകാല വണ്ടികൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എല്ലാ രീതിയിലുള്ള ഒരു പെർഫോമൻസും അതിൻ്റെ ഗുണങ്ങളും ഈ വണ്ടിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം വണ്ടി എങ്ങനെ ഉണ്ടെന്ന്. ഇതുവരെയുള്ള ഓട്ടത്തിൽ നമ്മുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു രീതിയിലും ഒന്നും പറയാനില്ല. നമുക്ക് കുറച്ചുകൂടി വലിയ മല കയറുമെന്ന് നോക്കാം. ഇതിപ്പോൾ മല കയറ്റി നിങ്ങളെ
വണ്ടി മല കയറുമെന്ന് കാണിക്കാനല്ല കേട്ടോ, ഈ വണ്ടി ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കണം. ജീപ്പ് എന്ന് പറയുന്ന വികാരം എന്താണെന്ന് നമ്മുടെ ഇപ്പോഴത്തെ യൂത്തിന് അത്ര അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ യൂത്തിന് പൊതുവെ ഡ്യൂക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ചില വണ്ടികളുണ്ട്. 4 വീലർ 2 വീലർ ക്രൈസാണ്. ഇങ്ങനത്തെ ചില പ്രാന്തുകളുണ്ട്. ഞങ്ങളുടെ തലമുറയ്ക്കും ഞങ്ങളുടെ തലമുറ കഴിഞ്ഞ് കുറച്ച് ഒരു 90, 96, 95, 92 റേഞ്ചിലൊക്കെ വരെ ഉള്ള പിള്ളേർക്ക് ഈ ഒരു പ്രാന്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ സുഖം എന്താണ്, ഇത് തരുന്ന ഒരു അനുഭൂതി എന്താണ് എന്ന് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല കയറ്റങ്ങൾ കയറാൻ പോകണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കാഴ്ച വെളിയിലോട്ടായിക്കോട്ടെ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. വണ്ടിയുടെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടേ അതാണ് കുറച്ചുകൂടെ എഫക്റ്റീവ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിനിയും വെളിയിലെ കാഴ്ചകളാണ്. എന്നാലും വണ്ടി എങ്ങനത്തെ കയറ്റമാണ് കയറാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ഈ അകത്തെ കാഴ്ചകൾ മാത്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന കയറ്റത്തിൻ്റെ ഏകദേശ രൂപം നിങ്ങൾക്ക് ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ.
വഴി കൂടെ തിരിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പവർ സ്റ്റിയറിംഗ് വെച്ച വണ്ടിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ജീപ്പ് ഓടിക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ്. നമ്മൾ നിസ്സാരപ്പെട്ട് കാണരുത്. ജീപ്പ് ഡ്രൈവേഴ്സിനെ നമ്മൾ ഒരിക്കലും നിസ്സാരമാക്കി കാണരുത്. അതാണ് ജീപ്പ് ഓടിക്കുക എന്ന് പറയുന്നത് മഹാസംഭവമാണ്. വണ്ടി അപ്പോൾ ഇത് ഓഫാക്കുന്നതോടെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ സ്വിച്ച് വലിച്ച് ഓഫാക്കുമല്ല. പഴയ ജീപ്പ് ഓടിക്കുന്നവർക്കൊക്കെ അറിയാം കേട്ടോ. ഇതാണ് സംഭവം. ഇതിങ്ങനെ ഇട്ടിട്ട് വിട്ടേക്കുക, എന്നിട്ട് താക്കോല് വരിക. അപ്പോൾ നമുക്ക് വണ്ടി എങ്ങനെയാണ്, അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാം. ആദ്യം ഞാനിതൊന്ന് റിവേഴ്സ് ഗിയറിലിട്ട് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം പറയാം. ഇതിപ്പോൾ സെക്കൻഡ് ഗിയറിലാണ്. ഇതിൻ്റെ നോബ് നോക്കണം. നോബ് നമ്മൾ വേറെ വെച്ചാണ്. ഇത് ഫസ്റ്റ്, ഇതാണ് റിവേഴ്സ്. ഹാൻഡ് ബ്രേക്കും പരിപാടികളൊന്നുമില്ല, അതുകൊണ്ട് അതൊക്കെ നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് വണ്ടി ഒന്ന് കാണാം. അതാണ് നമ്മുടെ വണ്ടി. ലൊക്കേഷൻ വേണം നിങ്ങളൊന്ന് കണ്ടോ. ഇദ്ദേഹമാണ് ഈ വണ്ടിയുടെ ഉടമസ്ഥൻ. ബെഞ്ചോ എന്നാണ് പേര് കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളുന്നു ഇങ്ങനൊരു വാഹനം നമുക്ക് റിവ്യൂവിന് തന്നതിന്. അപ്പോൾ ഈ മലയുടെ മണ്ടയ്ക്കാണ് നമ്മൾ 96 മോഡൽ CL 500 2 വീൽ ഡ്രൈവായി വണ്ടി നമ്മൾ ഓടിച്ചു കയറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ജീപ്പ് എന്ന് കരുതി ഇവൻ എന്തിനാണ് ഈ 96 മോഡൽ പഴയ വണ്ടി പോയി ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നത് എന്നുള്ളതൊന്നും ചിന്തിക്കരുത്. ജീപ്പ് എന്ന് പറഞ്ഞാൽ എന്നും ജീപ്പാണ്. ജീപ്പ് എന്ന് പറയാൻ പാടില്ല. ഇപ്പം മഹീന്ദ്രയുടെ CL 500 മോഡൽ. ഇത് സ്വന്തമായിട്ട് നമ്മൾ മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു കളറാണ്. നല്ല ബ്യൂട്ടിഫുൾ കളറല്ലേ. നമ്മൾ ഈ വണ്ടിക്ക് ഇട്ടേക്കുന്ന പേര് തന്നെ ബ്ലൂ സാൻഡ എന്നാണ് കേട്ടോ. ബ്ലൂ സാൻഡ. ഇത് 96 മോഡലാണ്. അതും എഴുതി വെച്ചിട്ടുണ്ട് ബോൺ ഇൻ 1996. അപ്പോൾ ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീൽ അലോയ്സ് എക്സ്ട്രാ ചെയ്താണ്, ടയേഴ്സ് മാറിയതാണ്. വില്ലീസിൻ്റെ ഹെഡ്ലൈറ്റ് വെച്ചിട്ടുണ്ട്. ബമ്പർ കസ്റ്റം മെയ്ഡ് ബമ്പേഴ്സാണ്. വണ്ടി മൊത്തത്തിൽ ടെസ്റ്റിംഗ് എടുത്തപ്പോൾ ഒന്ന് നന്നായിട്ട് കാശ് മുടക്കി പണിതിറക്കിയ വണ്ടിയാണ്. ഇതിൻ്റെ ടാർപോളിനൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടാർപോളിനൊക്കെ റിമൂവ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ വണ്ടിയോടുള്ള ഒരു ആരാധന അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബെഞ്ചോ പണിത് റെഡിയാക്കിയ വണ്ടിയാണ്. ഇതാണ് വണ്ടിയുടെ പോക്കർ റൗണ്ട്. ഇത് നമ്മുടെ ബൊലേറോയുടെ ടെയിൽ ലാംപ്സ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അലോയ്സ് നമ്മൾ വേറെ ചെയ്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയാണ് എക്സ്റ്റീരിയർ എന്നുള്ള കാഴ്ചകളൊക്കെ. വണ്ടി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഓടിച്ച് അതിൻ്റെ പെർഫോമൻസിലാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറേ വീഡിയോസ് കാണാം. നമുക്കിതിൻ്റെ ടാർപോളിനൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വണ്ടി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ. വണ്ടി ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു ജോഗ്രഫി കണ്ടറിയാലോ. എന്തോരം വലിയ പാറയുടെ മുകളിലാണ് നമ്മൾ ഈ സാധനം ഓടിച്ച് കയറ്റിയേക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ നമ്മളതിൻ്റെ റൂഫ് ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. അതിൻ്റെ കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടോ. ജസ്റ്റ് ഒട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഞാനോടൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. അപ്പോൾ കണ്ടോ നമ്മുടെ റൂഫ് ഇളക്കി മാറ്റി കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ലുക്കേ മാറിയത് കണ്ടോ. സെറ്റല്ലേ.
ഇതുകൊണ്ടാണ് ആളുകൾ ജീപ്പ് ഇഷ്ടപ്പെടുന്നത്. ജീപ്പ് വണ്ടിപ്രാന്തന്മാരുടെ എക്കാലത്തെയും ഏറ്റവും വലിയ പ്രാന്താണ് മഹീന്ദ്രയുടെ ഈ മോഡൽ വണ്ടികൾ. ഈ മോഡൽ വണ്ടികൾ ഇപ്പോൾ ഇല്ല കേട്ടോ, കമ്പനി ഇറക്കുന്നില്ല. ഇപ്പോൾ ഇറക്കുന്നത് താറിൻ്റെ തന്നെ DI മോഡലും CRDI മോഡലുമാണ്. പക്ഷേ ചോദിക്കുന്ന വിലയാണ്. അതായത് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മൾ ചോദിക്കുന്ന വിലയാണ് വണ്ടിയുടെ വില, അല്ലാതെ മാർക്കറ്റ് പ്രൈസ് ഒന്നുമില്ല. അതിൻ്റെ കാരണം ഇപ്പം നിങ്ങൾ ഈ കണ്ടതൊക്കെയാണ്. നമ്മൾ ഓടിച്ച് കയറി വന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതിൻ്റെ പെർഫോമൻസും വണ്ടിയുടെ ഈ ലുക്കും ഒക്കെ തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. റൂഫ് ഇളക്കി കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ റോൾ ഗേജൊക്കെ സെപ്പറേറ്റ് നമ്മൾ രണ്ടാമത് ചെയ്യിപ്പിച്ചതാണ്. ബാക്കിലും സീറ്റ്സ് ഉണ്ട്. അത്യാവശ്യം ഒരു 3-4 പേർക്ക് ഇരുന്ന് പോവാം. കണ്ടല്ലേ, ഇതാണ് എൻ്റെ 360 റിവ്യൂ. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് പോയി നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് കാഴ്ചകളൊന്നും കാണാനില്ല എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് കാണിക്കാം. ഇത് നമ്മുടെ സ്റ്റാർട്ട് സ്വിച്ച്, ഇൻഡിക്കേറ്റേഴ്സ്, സ്റ്റോപ്പ്. ഞാൻ വണ്ടി മുമ്പ് നിർത്തിയപ്പോൾ കാണിച്ചല്ലോ. നമ്മുടെ സ്റ്റിയറിംഗ് വീൽ വലിയ ആഡംബരമൊന്നുമില്ല, കാരണം പവർ സ്റ്റിയറിങ്ങും അല്ല, നല്ല പവർ എടുത്ത് തിരിക്കേണ്ട സ്റ്റിയറിംഗ് ആണ്. അതായത് നല്ല പവർ ഉള്ളവനെ ഈ വണ്ടി കൊണ്ട് നടക്കാൻ പാടുള്ളൂ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. നല്ല പവർ എടുത്ത് തിരിക്കേണ്ട സ്റ്റിയറിംഗ് ആണ്. സീറ്റ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതാണ്, നല്ല കംഫർട്ടബിൾ സീറ്റാണ് ചെയ്തിരിക്കുന്നത്. ഗിയർ ലിവർ, ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് പരിചയപ്പെടുത്താൻ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എക്കാലത്തെയും ഒരു സ്വപ്നമാണ് ജീപ്പ് എന്ന് പറയുന്നത്. വണ്ടിപ്രാന്തന്മാരുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പോൾ വണ്ടി ഓട്ടത്തിൽ എങ്ങനെ ഉണ്ട് അതിൻ്റെ ഗ്ലാമർ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബെഞ്ചോട് ജസ്റ്റ് ഒന്ന് എടുക്കാൻ പറഞ്ഞു വണ്ടി. അപ്പോൾ അത് റൗണ്ട് പോയിട്ട് വരട്ടെ. നമുക്ക് ആ ഒരു വണ്ടി പോയി വരുന്നതിൻ്റെ ആ ഒരു ഭംഗിയാണ്. എന്ത് കൂളായിട്ടാണെന്ന് കണ്ടോ പാറപ്പുറത്തോട് കയറി പോകുന്നത്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ എന്ത് ഈസി ആയിട്ടാ 3 ഗിയർ 2 വീൽ ഡ്രൈവ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഒരു കാലത്ത് നമ്മൾ ജീപ്പുകളെ പുച്ഛിക്കരുത്. പുച്ഛിക്കാൻ പാടില്ല ഉണ്ണി, പുച്ഛിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ 4 വീൽ ഡ്രൈവുള്ള വണ്ടികളൊക്കെ വെച്ചിട്ട് ഈ കയറ്റോ ഈ പാറയുടെ പുറത്തൊക്കെ കയറാൻ തന്നെ ഇറക്കാറ്. ഒന്നാമത്തെ കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. 4 വീൽ ഡ്രൈവ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വലിയൊരു ഫാക്ടറാണ്. പിന്നെ ഇത് ഈ 2 വീൽ ഡ്രൈവ് ഉള്ള ജീപ്പ്, പഴയ മഹീന്ദ്രയുടെ ജീപ്പ് എന്നാണ് വായി വരുന്നത്. ജീപ്പെന്ന് പറയാൻ പാടില്ല കേട്ടോ, ലീഗൽ ഇഷ്യൂ ആണ്. കാരണം ജീപ്പുകാരെ കൊണ്ട് കേസ് കൊടുത്തതാണ്. മഹീന്ദ്രയുടെ CL 500 MD 2 വീൽ ഡ്രൈവ്, അതാണ് വണ്ടി. അത് കയറുന്ന പോലെ നമ്മുടെ ഈ ഇപ്പോഴത്തെ പുതിയ ഓഫ് റോഡ് വണ്ടികൾ കയറാൻ സാധ്യതകൾ വളരെ കുറവാണ്. അവൻ്റെ വരവ് കണ്ടോ മക്കളെ, ഇതാണ് ജീപ്പ് എന്ന് പറയുന്ന ആ ഒരു അതിൻ്റെ സൗണ്ട് തന്നെ ഉണ്ടല്ലേ, ഒരു അഗ്രസീവ് സൗണ്ടാണ്. അതായത് റോറിങ് എൻജിൻ എന്നൊക്കെ പറയില്ലേ, നമ്മൾ കടുവയൊക്കെ ഇങ്ങനെ മുരളുന്ന പോലത്തെ സൗണ്ട്. അതിൻ്റെ ഫ്രണ്ടിലെ 2 ഫോഗ് ലാമ്പുകൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ് കേട്ടോ.